മാലാഖമാർ, ദി ഏഞ്ചൽസ്. ആരാണ് മാലാഖമാർ? സ്വർഗരാജ്യത്തിൽ പിതാവായ ദൈവത്തിന് സ്തുതിഗീതം പാടുന്നവരാണ് ഈ മാലാഖമാർ. ഇവരുടെ പ്രത്യേകത എന്താണ്? വളരെ നിഷ്കളങ്കരും സത്യസന്ധരുമാണ്. മനുഷ്യരുടെ കൂടെ നടക്കുന്നവരാണ് ഇവർ. They are the messengers of God and they are very innocent and pure in their heart. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ കുഞ്ഞു മാലാഖകളെ നിങ്ങൾ കണ്ടില്ലേ? Now coming the Saint Joseph. He is a patron saint of many things, including the universal church, families, fathers, and working people. He is also a patron saint for many countries. ബൈബിളിൽ സെൻറ്റ് ജോസഫിനെ പറ്റി അല്ലെങ്കിൽ ബൈബിളിൽ സെൻറ്റ് ജോസഫ് അധികം സംസാരിക്കുന്നില്ല. But he was chosen by God to be the husband of Mary and the foster father for Jesus. Now, David, ജെസ്സയുടെ 8ാമത്തെ പുത്രനായ ദാവീദ്, ആട്ടിടയനായിരുന്നു ദാവീദ്. 1 സാമുവേൽ 16 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം ദാവീദിനെ കണ്ടുമുട്ടുന്നു. He was a young shepherd and whose heart was devoted to the Yahweh, the one true God. പകുതിയിലധികം സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ സംഭാവനകളാണ്. He is most famous for being the boy who defeated the giant with a slingshot. Now coming Peter. ഒന്ന് പത്രോസ് 1:1. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തലനായ പത്രോസ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പല പ്രാവശ്യം ഏറ്റുപറഞ്ഞു പത്രോസ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും എന്ന് ഈശോ അരുളി ചെയ്തു. Peter was the most important apostle from the beginning. That is why Jesus designated him to be the head of the church. Now coming Saint Patrick. Patron saint of Ireland. He was a missionary to Ireland. He is a most humble-minded man. Scripture-based faith was his most favorite, and he was worshipping the triune God. He is a big missionary, encouraging all children to become the missionaries of God. Now, Mother Mary. മദർ മേരിയെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഈശോയുടെ അമ്മ, എല്ലാവരുടെയും അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവൾ. ഇന്ന് ഈ ഭൂമിയിൽ അനേകരുണ്ട് അമ്മയെ അനുകരിക്കുന്നവരും മാതൃഭക്തി വളർത്തുന്നവരും. അമ്മയുടെ മാതൃസ്നേഹം പരത്തുന്ന കുഞ്ഞു മക്കളാണ് ഇവർ മാതൃസ്നേഹം പരത്തുന്ന കുഞ്ഞുമക്കളായി വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലൂക്ക 1:46-47.
Mary was an important part of God's plan to bring Jesus, our Savior, into the world. Now, here we submit all these children to get an appreciation from you. Now, next year, we will continue with the Bible characters more and more. And these are the parents' creation from the prep. Thank you.